ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഷുഗറൊക്കെ ചേർത്തിട്ടാണ് തയ്യാറാക്കുക. പക്ഷേ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുറച്ച് സോൾട്ടി ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ടോസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് സ്പൈസി ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും നല്ലൊരു ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് ആക്ച്വലി ഡയബറ്റിക് പേഴ്സൺസിനൊക്കെ നല്ല ഒരു ഡിഷാണ്. കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ഷുഗറൊക്കെ ചേർത്തിട്ട് അവർക്ക് ഷുഗർ ചേർത്തിട്ട് തയ്യാറാക്കി കൊടുക്കുക. മുതിർന്നവർക്കൊക്കെ ആണെങ്കിൽ അതിപ്പോൾ എസ്പെഷ്യലി ഫോർ ഡയബറ്റിക് പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ച് സോൾട്ട് ചേർത്തിട്ട് തയ്യാറാക്കി കൊടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഷുഗർ ഒഴിവാക്കാമല്ലോ, അതാണ്. അപ്പോൾ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് ഇത് തയ്യാറാക്കണേന്ന് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതെന്തായാലും ചെയ്യുക. ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് എന്ന് പറഞ്ഞാൽ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പോലെ. സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൺ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ടൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ട ചേർക്കുമ്പോൾ എപ്പോഴും ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം വേറൊരു നമ്മൾ യൂസ് ചെയ്യുന്ന ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എങ്ങാനും എന്തെങ്കിലും മുട്ട എന്തെങ്കിലും കേട് വരിക അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ മിക്സ് ചെയ്യുന്ന ഇതിലേക്ക് ചേർക്കണേക്കാളും നല്ലത് വേറൊരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? എന്നിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിലായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാനൊരു മുട്ട ചേർത്തിട്ട് ഇനി അടുത്തൊരു മുട്ടയും കൂടി പൊട്ടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു മുട്ടയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ട ചേർത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതായത് 1/4 ടീസ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാലൊന്നും ചേർക്കുന്നില്ല. ശരിക്കുള്ള ഫ്രഞ്ച് ടോസ്റ്റിൽ പാല്, അതുപോലെ തന്നെ ഷുഗർ, എഗ്ഗ്, പിന്നെ കുറച്ച് ഫ്ലേവറിന് കുറച്ച് വാനില എസൻസ് ചേർക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സിനമൺ പൗഡർ ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പം പക്ഷേ ഇതിൽ നമ്മളൊന്നും പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ട്, പാല് ചേർക്കുന്നില്ല. പാല് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സ്പൈസി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇഫ് യു ലൈക്ക് സ്പൈസ്. അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഈ മുട്ടയും ഉപ്പ് മാത്രം മതി. നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇഫ് യു ലൈക്ക് സ്പൈസി. പിന്നെ നമുക്കിത് അഡ്വാൻസ് വേർഷനൊക്കെ ചേർക്കാം. ചീസൊക്കെ വേണമെങ്കിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ചീസൊക്കെ വെച്ച് ചെയ്യാം. ഇപ്പം ഇത്ര മതി. അപ്പോൾ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്തു, ഉപ്പ് ചേർത്തു, 2 മുട്ട ചേർത്തു. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അതാ നല്ലത്, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അതൊന്നിങ്ങനെ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പാനിൽ. ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സിൽ ബ്രെഡ് 2 സൈഡ് നന്നായിട്ട് ഡിപ്പാവുന്ന രീതിയിൽ ആക്കി കൊടുത്ത് നമുക്ക് പാനിലേക്ക് വെക്കാം. അപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്യണം. ഇതിന് മീതെ കുറച്ച് നെയ്യ് നമുക്കിങ്ങനെ
തൂവി കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡായി കഴിഞ്ഞാൽ ഈ സൈഡ് മറ്റേ സൈഡും നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ എഗ്ഗ് മിക്സ് ചെയ്ത കൂട്ടിൽ കുറച്ചൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഇതൊന്ന് എന്താ പറയുക, ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതില്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കളർ യൂസ് ചെയ്താലും മതി. ഒരു യെല്ലോ ഫുഡ് കളർ യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗിയൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഇതിങ്ങനെ നോർമലായിട്ട് ചെയ്യാം. നമുക്കിനി മറ്റേ സൈഡ് നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാ ബ്രെഡും നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മൾ മുട്ടയുടെ ഇത് കൂട്ടി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നതും. ഓക്കെ, അപ്പോൾ ഇതേ ഉള്ളൂ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഷുഗർ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. അതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു എഗ്ഗിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ഫ്ലേവർ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർക്കുന്നത്. വേണമെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ നമ്മൾ വലിയവർക്ക് കൊടുക്കുമ്പോൾ, അതായത് ഡയബറ്റിക് പേഴ്സൺസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊരു ഒരു നേരം എന്തെങ്കിലുമൊക്കെ വിശപ്പുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഇങ്ങനെ ഷുഗർ ചേർക്കാതെ തയ്യാറാക്കി കൊടുക്കണമെന്ന് നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെന്താ, വേറൊന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കും ഇഷ്ടമാവും, ഇല്ലായിരിക്കുന്നില്ല. പിന്നെ ഉപ്പിൻ്റെ അളവ് മാത്രം നിങ്ങൾ നോക്കുക. അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ കൂടാം കുറയാം. അത് നിങ്ങൾ ഇത് നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഇടുന്നേക്കാളും മുന്നേ കുറച്ചൊന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം കുറവാണെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കണം. ഈ വീഡിയോ പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഒന്നുമില്ല, നമുക്കിനി അടുത്ത വിശേഷങ്ങളും അടുത്ത വീഡിയോസുകളൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.